അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ജമീൽ ആപ്പിൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് ആഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇൻഷാ അല്ലാ നമ്മൾ ഈ ഒരു ഇതിലൂടെ ഡിസ്കസ് ചെയ്യണത്. നമ്മളെ പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡാണ് കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ സാദിക്കിൻ്റെ മെയിൽ ഐ ഡി യൂസ് ചെയ്യാണ്. പാസ്വേഡും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് ഉണ്ടാവും, ഡോക്യുമെൻ്റ് ഉണ്ടാവും, പിന്നെ അടിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കേണ്ടതില്ല. ഇപ്പോൾ ഇതിന് മേലേക്കുള്ള യൂസേഴ്സിനാണെങ്കിൽ അതിൽ വീഡിയോയും ഓഡിയോയും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഡോക്യുമെൻ്റ് മാത്രം ചെയ്യുന്ന കാരണം നമുക്കിതിലേക്കാണ് നമുക്ക് ആക്സസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഭാഗം കാണാം. ഒന്ന് പോർട്ടൽ ലിസ്റ്റും ഒന്ന് പോസ്റ്റ് ലിസ്റ്റും. അതായത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പോസ്റ്റ് ലിസ്റ്റിലാണ്. അടിയിൽ കാണുന്ന പോസ്റ്റ് ലിസ്റ്റിലാണ് നമ്മൾ ഈ നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ശേഷം ക്രിയേറ്റ് ചെയ്ത സാധനം ആഡ് ചെയ്യാനാണ് നമ്മൾ പോർട്ടലിൽ പോണത്. അതായത് നമ്മുടെ പോർട്ടലിൽ നമ്മൾ ആഡ് ആക്കുന്നത് പോസ്റ്റ് വഴിയും, പോർട്ടലിൽ ആഡ് ആക്കിയ ഡോക്യുമെൻ്റ് ആപ്പിൽ ലഭ്യമാക്കാൻ പോർട്ടൽ ലിസ്റ്റിലേക്കും പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ലിസ്റ്റിൽ പോവുക. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആണ് കിട്ടുക. ഫോണ്ട് ഓറിയൻറ്റേഷൻ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇതായിരിക്കും, ഇങ്ങനത്തെ ഒരു ഇതിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പോൾ നമ്മൾ നിലവിൽ കുറച്ച് ഹദീസ് പാഠങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ ആഡ് പോസ്റ്റ് കൊടുക്കുക, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞത് നമ്മുടെ വിഷയത്തിൻ്റെ ടൈറ്റിലാണ്. ഇപ്പോൾ റമദാൻ ആണെങ്കിൽ നമുക്കവിടെ റമദാൻ എന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ ഓദർ ആരാണെന്നുള്ളത് കൊടുക്കുക, ഫുള്ള് മലയാളത്തിൽ കൊടുത്താൽ മതി. ഈ ഷോർട്ട് ടൈറ്റിൽ എന്നത് നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് നമ്മൾ പോർട്ടലിൽ പോകുമ്പം അവിടെ അവിടെ ഇത് ആഡ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടൈറ്റിൽ ഇൻറ്റേർണൽ പർപ്പസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് നബി ചരിത്രമാണ് ആഡ് ചെയ്യുന്നത്, നബി ചരിത്രം എന്ന് മാത്രം കൊടുത്താൽ കാര്യമില്ല. കാരണം നബി ചരിത്രം തന്നെ എന്തുണ്ടാവും, 10-20 എപ്പിസോഡുകളും 100 ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിനെ മനസ്സിലാവുന്ന രീതി, നബി ചരിത്രം ഭാഗം 60 അല്ലെങ്കിൽ ഭാഗം 60 നബി ചരിത്രം, ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതെന്തിനാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസ് അവിടെ എത്തുമ്പം ഞാൻ പോർട്ടൽ ആഡ് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് എഴുതുമ്പം അതിനൊരു ചെറിയൊരു തുടക്കത്തിൽ, ഇപ്പോൾ നേർപ്പത്തിത്തൊക്കെ വരുമ്പോൾ ആ ലേഖനത്തെക്കുറിച്ചുള്ളൊരു 2 ലൈന് ചിലപ്പോൾ ഒരു ബോക്സായിട്ട് തുടക്കത്തിൽ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള കോളാണ് ഡിസ്ക്രിപ്ഷൻ, നിർബന്ധമില്ല. അതിൻ്റെ അടിയിൽ വരുന്ന കണ്ടൻറ്റ് കോളത്തിലാണ് നമ്മുടെ കണ്ടൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേർപ്പദത്തിൽ പോവുക. നേർപ്പദത്തിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. റമദാൻ ചിന്തകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. സെലക്ട് ആയിട്ടില്ല, റമദാൻ ചിന്തകൾ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡർ. ഈ സാധനമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ എന്നുള്ളിടത്ത് നമ്മൾ റമദാൻ ചിന്തകൾ കൊടുക്കുന്നു. പത്രാധിപൻ എന്നാണ് ഓദറുടെ പേര് വന്നിട്ടുള്ളത്. നമുക്ക് പത്രാധിപൻ ഈ ലേഖനങ്ങൾ നമ്മൾ കയറ്റാറില്ല, കാരണം നമുക്ക് നേർപ്പത്തിന് അങ്ങനെ ഒരു പത്രാധിപൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു പേര് കൊടുക്കണം. ഈ പേര് ഇപ്പോൾ ഞാൻ റമദാൻ ചിന്ത, പിന്നെ ഒരു ഐഫോൺ ഇട്ടിട്ട് നേർപ്പദം എന്നും കൂടി കൊടുക്കുകയാണ്.
40 40 ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ കണ്ടൻറ്റ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഫുള്ള് ഫയൽ അവിടെ വരും. ഇൻഷാല്ലാ ഈ കണ്ടൻറ്റ് ടാപ്പിൽ നമ്മളിത് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ മേലെയുള്ള ഭാഗങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഡേറ്റ് നമ്മൾ ഇപ്പോൾ മേലേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കളയുക. ഹെഡിങ് ഓൾറെഡി മേലെ വന്ന സ്ഥിതിക്ക് പിന്നെ നമുക്കിവിടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെ കണ്ടൻറ്റ് ഭാഗം റെഡിയായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ സുഖമാണ്. അങ്ങനെ സെലക്ട് ചെയ്യുക, ഇതിൽ കൊടുത്താൽ ആ ഭാഗം ബോൾഡായി വരും. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് നമ്മളൊരു അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ഏതെങ്കിലും ഭാഗം ബോൾഡാക്കാനുണ്ടോ എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന്. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യമല്ലേ ചെയ്യുള്ളൂ, പിന്നീട് നമ്മളിതിലേക്ക് വരില്ല. പിന്നെ നമ്മൾ വേറെ ഇതിലായിരിക്കും വർക്ക് ചെയ്യുക. പിന്നെ ഒരിക്കൽ വർക്ക് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും പ്രയാസമാണ്. പിന്നെ നമുക്കിതിൽ ഇമേജ് ചേർക്കണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ലാസ്റ്റ് ഇമേജാണ്. പിന്നെ അതുപോലെ നമുക്ക് അറബിയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, ഇപ്പോൾ ഇത് ലെഫ്റ്റ് ആണല്ലോ, നേരെ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തേക്കും അറിയും ഇൻഷാല്ലാ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നതാണ്. നമ്മളിത് സേവ് കൊടുത്താൽ സേവ് ആവും. ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എവിടെ നിന്നാണ് ഈ ലേഖനം എടുത്തത് എന്നുള്ളത് കൂടി 40 സേവ് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ എന്ത് ചെയ്തു, നമ്മുടെ ഇതിൽ ആഡായി. ഇനി ആഡാക്കിയ ഈ ഒരു ഫയലിനെ നമുക്ക് എന്ത് ചെയ്യണം, ആപ്പിലേക്ക് ആഡാക്കണം. നമ്മൾ പോർട്ടലിൽ ആഡാക്കിയ നമ്മളെ കറക്റ്റ് കൊണ്ടുവരുന്നത് പോർട്ടൽ ലിസ്റ്റിൽ പോവുക. പോർട്ടൽ ലിസ്റ്റ് അല്ല, പോസ്റ്റ് ലിസ്റ്റിൽ പോവുക. പോർട്ടൽ ലിസ്റ്റ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ ആഡ് ചെയ്യാനുള്ളൊരു വഴി നമുക്ക് പോസ്റ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ റമദാൻ ചിന്ത നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഏറ്റവും മേലാണ്. ഇതിലിപ്പോൾ ഈ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതിൽ മേലത്തെ പ്ലസ് ബട്ടനാണ് ഇപ്പോൾ നമ്മുടെ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്താ പറയുക, ഏറ്റവും അടിയത്തത് എഡിറ്റ് ബട്ടനാണ്. വിസിബിലിറ്റി, ഡിലീറ്റ് ഓപ്ഷൻ. ഏറ്റവും മേലത്തെ പ്ലസ് ബട്ടണിൽ നമ്മൾ ഞെക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, ഈ പോർട്ടൽ ഡോക്യുമെൻറ്റ് വിത്ത് ദിസ് പേജ്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, പോർട്ടൽ പേജിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ആ ഒരു പോർട്ടൽ പേജിലേക്ക് ഈ ഒരു ഫയൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാറ്റഗറി കൊടുക്കണം. കാറ്റഗറി റമദാൻ മലയാളം വരുന്നില്ല. സോഷ്യൽ മീഡിയ ഖുർആൻ റമദാൻ. ശേഷം സബ് കാറ്റഗറി സെലക്ട് ചെയ്യണം, റമദാൻ ലേഖനങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ പോർട്ടൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇൻഷാല്ലാ പോർട്ടൽ ആഡ് ചെയ്യൽ ഞാൻ ചെയ്തോളാം. എന്നിട്ടത് ചെയ്ത് സേവ് കൊടുത്താൽ ഈ ഫയൽ നമ്മുടെ പോർട്ടലിൽ ആഡാവും. അപ്പോൾ പോർട്ടൽ ആഡായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ഫയൽ നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ടാവും. ആപ്പിൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവേണ്ടി വരും, അതിൻ്റെ ഒരു ടൈം ചിലപ്പോൾ ആപ്പ് എടുക്കും. നിലവിലത് വന്നിട്ടില്ല. ഇൻഷാല്ലാ എന്തായാലും കുറച്ചൊരു സമയം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ എന്ത് ചെയ്യും, നമ്മുടെ ആപ്പിൽ കൂടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ആളുകളും അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകൾ ഏതാണെന്നുള്ളത് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് ചെയ്യുക. അപ്പോൾ റെഡി ആകുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഫയലുകൾ തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.